നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ലെജൻസ് ക്രിക്കറ്റ് ടൂർണമെൻ്റായ WCL ഇന്ത്യക്ക് പരാജയം. ഓസ്ട്രേലിയയോടാണ് ഇന്ത്യൻ ടീം തോറ്റിരിക്കുന്നത്. ഇന്ത്യ ചാമ്പ്യൻസും ഓസ്ട്രേലിയ ചാമ്പ്യൻസും തമ്മിൽ നടന്ന മത്സരം 23 റൺസിനാണ് ഓസ്ട്രേലിയ ചാമ്പ്യൻസ് വിജയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ യൂസഫ് പത്താൻ തിളങ്ങി, പക്ഷേ അതുകൊണ്ടായില്ല. ഒടുവിൽ 23 റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ചാമ്പ്യൻസ് നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിൽ 20 ഓവർ പൂർത്തിയാക്കിയ ഇന്ത്യൻ ടീം 176 റൺസാണ് 6 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത്. അങ്ങനെ ഒടുവിൽ 23 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങി. ഓസ്ട്രേലിയക്ക് വേണ്ടി ഷോൺ മാർഷ് 27 പന്തുകളിൽ നിന്ന് 7 ഫോറുകളും ഒരു സിക്സറും അടക്കം 41 റൺസിന്റെ തകർപ്പൻ തുടക്കം ഇട്ടുകൊടുത്തു. ഫിഞ്ച് 7 റൺസാണ് എടുത്തത്. ബെൻഡങ്ക് 17 റൺസിൽ മടങ്ങിയപ്പോൾ ഫെർഗൂസൻ 26 റൺസ് എടുത്തു. ഡെൻ ക്രിസ്റ്റ്യന്റെ പ്രകടനം എടുത്തു പറയണം. അദ്ദേഹം ഈ 33 പന്തുകളിൽ നിന്ന് 3 ഫോറും 7 സിക്സറും അടക്കം 69 റൺസ് അടിച്ചു കൂട്ടി. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. കട്ടിങ് 13 പന്തുകളിൽ നിന്ന് 24 റൺസാണ് എടുത്തത്. അതേസമയം ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാർക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ല. റോബിൻ ഉത്തപ്പ 9 പന്തിൽ നിന്ന് 12 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ സഹ ഓപ്പണർ ഇർഫാൻ പത്താൻ 7 പന്തിൽ നിന്ന് 9 റൺസാണ് എടുത്തത്. സുരേഷ് റൈന 12 റൺസും യുവരാജ് സിംഗ് 19 റൺസും എടുത്തു. യൂസുഫ് പത്താൻ മാത്രമാണ് മികച്ചൊരു പ്രകടനം നടത്തി. അദ്ദേഹം 48 പന്തിൽ നിന്ന് 11 ഫോറുകളും ഒരു സിക്സറും അടക്കം 78 റൺസാണ് അടിച്ചത്. ഒടുവിൽ സിഡലിന്റെ പന്തിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു. പവൻ നേഗി 10 പന്തിൽ നിന്ന് 11 റൺസ് എടുത്തു. അമ്പാട്ടി റായിഡു 17 പന്തിൽ നിന്ന് 4 ഫോറുകളുടെ സഹായത്തോടെ 26 റൺസ് അടിച്ചു. എന്തായാലും ഡെയിൻ ക്രിസ്റ്റ്യൻ ആണ് ഇപ്പം മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പീറ്റർ സിഡലും അതുപോലെ നെതാൻ കോൾട്ടർണയിലും 2 വീതം വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി. ഇപ്പോൾ ലെജൻസ് ക്രിക്കറ്റ് ലീഗ് ആയിട്ടുള്ള WCL പോയിന്റ് പട്ടികയിൽ കളിച്ച 4 കളികളും വിജയിച്ച് പാകിസ്ഥാൻ 8 പോയിന്റോട് ഒന്നാമതാണ്. അവർ സെമി ഫൈനൽ ഉറപ്പാക്കി. ഒപ്പം ഓസ്ട്രേലിയ 4 കളികളിൽ നിന്ന് 6 പോയിന്റോട് അവരും സെമി ഫൈനൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ 4 കളികളിൽ നിന്ന് 2 വിജയവും 2 തോൽവിയുമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 4 പോയിന്റാണുള്ളത്. അടുത്ത മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ ടീമിന് വിജയിച്ചേ പറ്റൂ, എങ്കിലും മുന്നോട്ട് കയറാനുള്ള സാധ്യതയുണ്ടാവും. കാത്തിരിക്കാം സെമി ഫൈനലിൽ ആരൊക്കെ വരും എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.